ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവി വീണ്ടും ദേവമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേവി കാണുന്ന മീനുവും മിത്രയും എന്ത് മറുപടി പറയണം, ദേവിയോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. അപ്പൊ പെട്ടെന്ന് ദേവി പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അകത്തേക്ക് കയറാൻ സമ്മതിക്കുക. എനിക്കിവിടെ എല്ലാവരോട് സംസാരിക്കണം. ഇന്നലെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എൻ്റെ ഭാഗത്തെ ന്യായം അത് ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറയാം. അമ്മ എവിടെ? അമ്മ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കാം. എടത്തി ഇപ്പം അമ്മയെ കാണണ്ട, അത് ശരിയാകില്ല എന്ന് മീനു പറയാം. അതെന്താ മീനു അങ്ങനെ പറയുന്നത്? ഇത് എൻ്റെ വീടല്ലേ, ഞാൻ ഇവിടെ അല്ലേ താമസിക്കേണ്ടത്? അമ്മയെ വിളിക്ക്, അമ്മയോട് എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് ദേവി വാശിയോട് കൂടി പറയാം. അമ്മേ അമ്മേ എന്നും പറഞ്ഞ് ദേവി എന്നിട്ട് ഗോമതിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പം മിത്ര പറയും, ഏടത്തി ഇപ്പൊ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഏടത്തിക്ക് അറിയാലോ. ഇന്നലെ നടന്ന സംഭവങ്ങളും അമ്മയ്ക്ക് ഇപ്പോഴും അതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കുറച്ച് സമയം കൊടുക്കുക. അമ്മയുടെ മനസ്സ് വീണ കരട് മാറിക്കഴിയുമ്പം ഏടത്തി സംസാരിച്ചാൽ അമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാകും. അതുവരെ ഏടത്തി ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയാം. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ ഇവിടെ അല്ല താമസിക്കേണ്ടത്, നിങ്ങളെല്ലാവരും ഇവിടെ അല്ലേ. നിങ്ങൾ എന്നെ ഒഴിവാക്കുവാണോ മീനു എന്ന് മീനുവിനോടും മിത്രയോടുമായിട്ട് ചോദിക്കാം. അപ്പം മിത്ര പറയും, മീനു എഴിച്ച് അങ്ങനെയല്ല ഏടത്തി ഉദ്ദേശിച്ചത്. ഏടത്തിക്കും അറിയാവുന്നതല്ലേ കാര്യങ്ങൾ. ഇന്നലെ ഏത് അവസ്ഥയിലാണ് നമ്മൾ പിരിഞ്ഞതെന്നും ഏടത്തിക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെയുള്ളപ്പം അപ്പച്ചിക്ക് ഇപ്പം അമ്മ സംസാരിക്കുന്നതൊന്നും അപ്പച്ചിക്ക് മനസ്സിലാകില്ല. അതുമാത്രമല്ല, അപ്പച്ചിക്ക് ഇത്ര സാവകാശം കൊടുക്കുക, ഏടത്തോട് ക്ഷമിക്കാനുള്ളൊരു സമയം കൊടുക്കുക എന്ന് പറയാം. പെട്ടെന്ന് ഇല്ല, എനിക്ക് അമ്മയോട് സംസാരിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറാനായിട്ട് ദേവി കാലെടുത്ത് വെക്കുക. അപ്പൊ ഗോമതി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയും, എൻ്റെ വീടിനകത്ത് കാല് വെക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലടി എന്ന് അവിടെ നിന്ന് വിളിച്ചു പറയാം. ആരോട് ചോദിച്ചിട്ടാടി വീണ്ടും നീ ഈ ദേവമംഗലത്തിന്റെ പടി ചവിട്ടിയത് എന്ന് ചോദിക്കാം. അമ്മ എന്താ ഈ പറയുന്നത്? ഇതല്ലേ അമ്മ എൻ്റെ വീട്, ഞാൻ ഇവിടെ താമസിക്കണ്ടേ എന്ന് ചോദിക്കാം. ആരുടെ വീട്? ഇതെങ്ങനെ നിന്റെ വീടാകുന്നത്? സ്വന്തം വീടെന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാം ഈ രീതിയിൽ വലിയൊരു വേദനയിലേക്ക് നയിക്കാൻ നീ കാരണക്കാരിയാകുമായിരുന്നോടി. എത്ര കള്ളത്തരങ്ങൾ പറഞ്ഞു. സ്വന്തം വീട് പോലും ഞങ്ങളെ ആരെങ്കിലും നീ സ്വന്തമായിട്ട് കണ്ടിട്ടുണ്ടോ? വേണ്ട, ഇനി നിന്നെപ്പോലൊരു കള്ളി ഈ ദേവമംഗലത്ത് താമസിക്കാൻ പാടില്ല. ഇന്നലെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാ. നീയുമായിട്ടുള്ള സകല ബന്ധവും ഞങ്ങൾ അവസാനിപ്പിച്ച നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പറഞ്ഞയച്ചത്. അതും വെറുതെ അല്ലല്ലോ, കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതല്ല ഞാൻ. വീണ്ടും നേരം വെളുത്തപ്പോൾ തന്നെ ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നതേ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മകളാണെന്ന് നീ തെളിയിച്ചു. അല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നെങ്കിൽ നീ വീണ്ടും ഇങ്ങോട്ട് കയറി വരുമോ? ഇനി ആരെ ദ്രോഹിക്കാനായിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്? അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. എൻ്റെ ചങ്കിൽ തറക്കുന്ന വാക്കുകളാ അമ്മ ഈ പറയുന്നത്. അമ്മേ, എന്നെ ഒന്ന് കേൾക്കമ്മേ, എനിക്ക് പറയാനുള്ളത് കേൾക്ക്. എൻ്റെ ഭാഗത്തെ ന്യായം ഒന്ന് കേൾക്കമ്മേ എന്ന് പറഞ്ഞ ദേവി അവിടെ നിന്ന് കരയാ. നിന്റെ ഭാഗത്തെ ന്യായമോ? നിന്റെ അച്ഛനും അമ്മയും പറയുന്നതിനൊത്ത് തുള്ളി ഈ കുടുംബത്തെ മുഴുവൻ ചതിച്ച നിനക്ക് എന്ത് ന്യായമാടി ഇനി പറയാനുള്ളത്? നിന്നെ കാണുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇറങ്ങിപ്പൊക്കോണം. ഇനി ഒരു നിമിഷം പോലും എൻ്റെ വീടാണെന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് നീ കയറി വന്നാലുണ്ടല്ലോ, ഈ ഗോമതിയുടെ യഥാർത്ഥ സ്വഭാവം നീ കാണും. ഇത്രയും നാളും നിന്നെ ഞാനൊരു അത്രയേറെ സ്നേഹിച്ചു, എൻ്റെ മകളെ സ്നേഹിക്കുന്നത് പോലെ. പക്ഷെ അതിനുള്ളതൊക്കെ നീ എനിക്ക് പ്രതിഫലമായിട്ട് തിരിച്ചു തന്നു കഴിയുകയും ചെയ്തു. പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പൊ ബാലച്ച ഒന്ന് സംസാരിക്കും, ബാലച്ച ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് നിങ്ങൾ എന്ന് ബാലനോട് പറയാം. പക്ഷെ ബാലൻ അതൊന്നും കേൾക്കുന്നില്ല. ദേവി പറയുന്നതൊന്നും കേൾക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ശബ്ദം കേട്ട് ഓരോരുത്തരായിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പൊ ആനന്ദന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവക്ക് നാണമില്ലേ? വീണ്ടും ഇവൾ ഇങ്ങോട്ട് തന്നെ കയറി വന്നല്ലോ എന്നും പറഞ്ഞ് ആനന്ദ് ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഗോമതി പറയും, ഈ വീട്ടിൽ ആരും നിനക്ക് വേണ്ടി സംസാരിക്കത്തില്ലടി എന്ന് പറയാം. പെട്ടെന്ന് മീനു പറയും, അമ്മേ ഏടത്തി അകത്ത് കയറട്ടെ അമ്മേ, അകത്ത് കയറി സംസാരിക്കട്ടെ എന്ന് പറയാം. എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. നീ ഇവളുടെ ഭാഗത്താണോ നിൽക്കുന്നത് അതോ എൻ്റെ കൂടെയാണോ നിൽക്കുന്നത് എന്ന് ചോദിക്കാം. എന്നെ വഞ്ചിച്ചവരൊന്നും ഈ ഗോമതി ഇനി വിശ്വസിക്കില്ല. ഒരാൾ എന്നെ വഞ്ചിച്ചു. ഇനി നിങ്ങൾക്കും ഇവളുടെ പാത തന്നെ തുടരാനാണ് താല്പര്യമെങ്കിൽ ഈ നിമിഷം അവളുടെ കൂടെ പൊയ്ക്കോ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനി ആരും ഈ ഗോമതി ചതിക്കാൻ ഗോമതി നിന്ന് തരില്ല, മരുമക്കളായാലും മക്കളായാലും എന്ന് ഗോമതി തീർത്തു പറയാണ്. പെട്ടെന്ന് അങ്ങനെ അല്ലമ്മേ, ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് മീനും മിത്രയും കൂടി പറയാം. എങ്ങനെ ഉദ്ദേശിച്ചില്ലെന്ന്? നിങ്ങൾക്ക് ഇവളോട് സഹതാപം കാണുമല്ലോ, ഏടത്തെയാണ് പോലും. അപ്പം ഞാനിപ്പോ ഒറ്റയ്ക്ക്, എൻ്റെ ഭാഗത്തെ ന്യായം ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയാം. അമ്മേ അങ്ങനെയല്ല എന്ന് പെട്ടെന്ന് മീനും പറയുന്നുണ്ട് കേട്ടോ.
പെട്ടെന്ന് ഗോമതി പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന ബാലേട്ടൻ ഉണ്ടല്ലോടി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, ഇന്നേ വരെ എൻ്റെ ബാലേട്ടനെ കുറ്റപ്പെടുത്തി എനിക്കൊന്നും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതിനുള്ള സാഹചര്യം എൻ്റെ ബാലേട്ടൻ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ അത്ര കൃത്യനിഷ്ഠയോടുകൂടിയാ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ബാലേട്ടൻ എന്ത് തീരുമാനിച്ചാലും അതൊക്കെ ശരിയാകുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് നീയും നിന്റെ കുടുംബമായിട്ട് ഇല്ലാതാക്കിയത്. ഞാൻ ഇന്നലെ എൻ്റെ ബാലേട്ടനോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറയുന്നത് ഇതെല്ലാം കേട്ട് ഒരക്ഷരം മിണ്ടാതെ എന്റെ ബാലേട്ടൻ തല കുനിച്ച് ഒരു കുറ്റവാളിയെ പോലെ എന്റെ മുന്നിൽ നിന്നു. അതിനൊക്കെ കാരണക്കാരി ആരടി? നീയും നിന്റെ കുടുംബമല്ലേ? നിനക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിട്ട് പോലും ഒരക്ഷരം നീ ഞങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങളെല്ലാം നിന്റെ കുടുംബത്തിന് മുന്നിൽ ഒരു കോമാളിയാകുന്നത് നോക്കി നിന്ന് രസിച്ചവളല്ലേ നീ എന്ന് ചോദിക്കുക. അമ്മേ, അങ്ങനല്ല അമ്മേ എന്ന് പറയാ. ദേ, നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടി പോകരുതെന്ന്. അമ്മയോ? ആരുടെ അമ്മ? എന്നെ നീ അങ്ങനെ വിളിക്കരുത്. എനിക്കത് കേൾക്കുകയും വേണ്ട എന്ന് ഗോമതി തീർത്തു പറയാ. എന്റെ ബാലേട്ടനോട് ഞാൻ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ കാരണക്കാരി പോലും നീയാ. ആ മനുഷ്യൻ നിന്നെ നിന്റെ കുടുംബത്തെയും അന്ധമായി വിശ്വസിച്ചു. മകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധവും ഏറ്റവും നല്ല പെൺകുട്ടിയുമാണ് നീയെന്ന് എന്റെ ബാലേട്ടൻ കരുതി. പക്ഷെ ആ മനുഷ്യന്റെ ആ വിശ്വസ്തതയല്ലേ നിങ്ങൾ ഇട്ട് കളിച്ചത്. അത് വെച്ചിട്ടല്ലേ നീ നിന്റെ കുടുംബവും മുഴുവനും എന്റെ ബാലേട്ടനെ ഒരു പൊട്ടനാക്കിയത്. ഇതൊന്നും ഞാൻ സഹിക്കത്തില്ലടി. ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. എന്താ, നിന്റെ തന്തയും തള്ളയും പറഞ്ഞയച്ചതാണോ? ഇവിടെ വന്ന് കാലു പിടിച്ചാ നിന്നെ വീണ്ടും ആരതി ഒഴിഞ്ഞ് ഈ ഗോമതി അകത്തേക്ക് ആനയിക്കൂന്ന്. ആരതി ഒഴിഞ്ഞ് ആനയിക്കാൻ പറ്റിയൊരു വ്യക്തി നിന്നെ പോലെ ഒരുത്തിയുണ്ടല്ലോ, ചൂലെടുത്താടി ഞാൻ ക്ഷണിച്ചകത്ത് കയറ്റേണ്ടത് എന്നൊക്കെ ഗോമതി പറയാ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനത്തെ കടുത്ത വാക്കുകളൊന്നും എന്നോട് പറയല്ലേ അമ്മേ. ഇതൊക്കെ എനിക്ക് അത്ര വേദന നൽകുന്നുണ്ട് എന്ന് പറയാ. നിനക്ക് വേദനയോ? അതിന് നിനക്ക് ഹൃദയം ഉണ്ടോടി എന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. ദേ, ഇതിൽ കൂടുതൽ എനിക്ക് നിന്നോട് പറയാനൊന്നുമില്ല. ഈ നിമിഷം നീ ഇറങ്ങിക്കോണം എന്ന് പറയാ. അത് കാണുന്ന മിത്രയും മീനും കൂടി വീണ്ടും പറയും, അപ്പച്ചി വേണ്ട അപ്പച്ചി, ഏടത്തേക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കത് കേൾക്കാം എന്ന് പറയാം. ഇവക്കിനി എന്താ പറയാനുള്ളത്? ഇത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഇവളുടെ കുമ്പസാരം കേൾക്കാനൊന്നും എനിക്ക് വയ്യ. ഇന്നലെ കേട്ടെടുത്തോളം തന്നെ എനിക്ക് ധാരാളമായിട്ടുണ്ട്. ഇനിയും എന്ത് കള്ളത്തരങ്ങളൊക്കെയാണോ ഇവള് ചെയ്തു കൂട്ടിയിരിക്കുന്നത്? പുതിയ അടവുമായിട്ട് വന്നിരിക്കുക എന്ന് പറയാം. പെട്ടെന്ന് മീനുവിനോടും മിത്രയോടും പറയും, അകത്ത് കയറിപ്പോ എന്ന് പറയാം. അമ്മേ എന്നും പറഞ്ഞ് മീനോടെ നിൽക്കുക. നിന്നോടാ ഞാൻ പറഞ്ഞത് അകത്ത് കയറി പോകാൻ എന്ന് ശബ്ദം തന്നെ പറയാം. പെട്ടെന്ന് മീനും മിത്രയും ദേവിയുടെ അടുത്തു നിന്നും അകത്തേക്ക് മാറുകയാണ്. അപ്പൊ ദേവിയെ വാതിക്കൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ദേവിയെ അകത്തേക്ക് കയറാൻ ഗോമതി സമ്മതിച്ചിട്ടില്ല. അതിനുശേഷം പറയും, ഇറങ്ങടി. ഇറങ്ങാനാ നിന്നോട് പറഞ്ഞത്. അമ്മേ, തെറ്റ് ചെയ്ത എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അയാൾക്ക് പറയാനുള്ളത് നമ്മുടെ നീതിന്യായം കേൾക്കും. അങ്ങനെ എനിക്ക് ഒരു അവസരം താ അമ്മേ. അതിനിത് കോടതിയാണോ? നീ ഈ കുടുംബത്തെ മുഴുവനും ചതിച്ചു, വഞ്ചിച്ചു. ഒരിക്കൽ ഗോമതി മണ്ടിയായി. ഇനി ഒരിക്കലും നിന്റെ മുന്നിൽ അങ്ങനെ ഒരു മണ്ടിയായി നിൽക്കാൻ ഈ ഗോമതിയെ കിട്ടില്ല. ഒരിക്കൽ എന്നെ ചതിച്ചവരെ ഒന്നും പിന്നെ ഗോമതി വിശ്വസിച്ച ചരിത്രവും ഇല്ല എന്ന് തീർത്തു പറയാം. ഇറങ്ങാനാ നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞ് ദേവിയെ വീണ്ടും പുറത്താക്കി വാതിലടയ്ക്കുക. അപ്പം ദേവിയാണെങ്കിൽ വാതിലെ മുട്ടിക്കൊണ്ട് കരയാം. അമ്മ, എന്നോട് ഇങ്ങനെ ചെയ്യല്ലേ അമ്മേ. എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കമ്മേ. എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കമ്മേ. ഇതെന്റെ വീടല്ലേ അമ്മേ. നിങ്ങൾ ആരും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളാ എൻ്റെ ജീവിതം. ഇവിടെയുള്ള ഓരോരുത്തരും ഇല്ലാതെ ഈ ദേവി ജീവിക്കില്ലമ്മേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പൊ ആനന്ദന് നല്ല ദേഷ്യം വരിക. എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവൾ വീണ്ടും വരുമോ? കള്ളക്കണ്ണീരൊഴുക്കുന്നു. അവളും പുറത്തു നിന്ന് ഈ രീതിയിൽ സംസാരിച്ച ഈ നാട്ടുകാർ മുഴുവനും അവൾക്ക് അനുകൂലമായി നിൽക്കൂലോ? അത് തന്നെ അവളുടെ പ്ലാനും. നമ്മളെ എല്ലാവരും കുറ്റക്കാരാക്കി നമ്മളെ കുടുംബത്തെ നാണം കെടുത്തണം. ഞാനങ്ങ് ചെന്ന് അവക്കോട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ പോവാ എന്നും പറഞ്ഞ് ആനന്ദ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങാം. അത് കാണുന്ന ആര്യനും ആകാശം കൂടി പിടിച്ചു നിർത്തും. ആനന്ദേട്ടാ, ഇപ്പൊ ഏടത്തിന്റെ ദേഹത്ത് കൈവച്ച കളി മാറും കേട്ടോ. ഈ നാട്ടിലെ നിയമം പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടാണെന്നുള്ള കാര്യം ഏട്ടനും അറിയാവുന്നതല്ലേ. തെറ്റു മുഴുവനും നമ്മുടെ കുടുംബത്തിന്റെ പേരിലാകും. അതിനുവേണ്ടിയാകും നമ്മുടെ ചുറ്റുമുള്ളവരും അവർക്ക് കൂട്ടു നിൽക്കുകയും ചെയ്യും. അറിയാലോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് കൃഷ്ണമംഗലത്തുകാരുടെ കാര്യമൊക്കെ ആനന്ദിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ആനന്ദ് പിന്നെ ഒന്നും പറയാതെ നിൽക്കുക. ഏട്ടൻ അടങ്ങ്. ഈ അമ്മ എന്താണെന്ന് വെച്ച് തീരുമാനിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം. പെട്ടെന്ന് ബാലൻ വരിക. ഗോമതി, നീ എന്ത് വിചാരിച്ച വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്ന് പറയാ. ദേ ബാലേട്ടാ, അവളോട് ഇനി ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. അവളുടെ തള്ളയും തന്തയും ഉണ്ടല്ലോ, അവരെ ഇപ്പൊ തന്നെ വിളിക്കണം. അവരെ അയച്ചതായിരിക്കും ഇവളെ പുതിയ പ്ലാനുമായിട്ട് എന്ന് പറയാം.
ഫോൺ എവിടെയെന്ന് ഞാൻ ചോദിച്ചത്. ബാലേട്ടന്റെ ഫോൺ ഇങ്ങ് തന്നെ എന്ന് പറയാം. അപ്പൊ ഫോൺ എടുത്ത് കൊടുക്കാൻ കേട്ടോ. പെട്ടെന്ന് ശ്രീകലെ ഫോൺ വിളിക്കാം. ദേ, നിങ്ങളുടെ മകൾ ഇവിടെ വന്ന് നാടകം കളിക്കുന്നുണ്ട്, എനിക്കറിയാം, തള്ളയും തന്തയും കൂടി അയച്ചതായിരിക്കുമെന്ന്. അത് കേൾക്കുന്ന ശ്രീകല പറയും, ദേ ഗോമതി, തോന്നിയതൊന്നും വിളിച്ചു പറയരുത്. ഞങ്ങളുടെ ദേവിമോളെ കാണാനില്ല, അവൾ എവിടെയാണെന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഇവിടെ ടെൻഷനോട് കൂടിയാണ് നടക്കുന്നത്. അപ്പൊ തോന്നിയത് വിളിച്ചു പറയുന്നു. ഓ, ഒരു ദേവിമോള്, അവള് രാവിലെ നേരം വെളുത്തപ്പോ തന്നെ കെട്ടി ഒരുങ്ങി എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്ന് ഇവിടെ നിന്ന് കരഞ്ഞ് കാല് പിടിച്ചാൽ ഞാൻ ഇവിടെ അകത്ത ആരതി ഒഴിഞ്ഞ് കയറ്റൂന്ന് നിങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തതായിരിക്കും അല്ലേ മകളെ. പക്ഷേ ഈ ഗോമതിയെ വീണ്ടും വീണ്ടും മണ്ടനാക്കാൻ ഒരുത്തിയും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് പൊന്നു മോളെയും വിളിച്ചോണ്ട് ഈ നിമിഷം ഇവിടുന്ന് പൊയ്ക്കോണം തന്തയും തള്ളയും എന്ന് പറയാൻ കേട്ടോ. ദേ, അനാവശ്യം വിളിച്ചു പറഞ്ഞാൽ ഈ ശ്രീകരി ആരാണെന്ന് നിങ്ങളും അറിയും. ഞങ്ങൾ അവളെ പറഞ്ഞയച്ചിട്ടൊന്നുമില്ല, അവളായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാ എന്ന് വീണ്ടും ശ്രീകല പറയാണ്. പെട്ടെന്ന് ഉദയഭാനുവിന് സന്തോഷമാവുക. താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദേവിക്ക് അനുകൂലമായി എല്ലാ സാഹചര്യങ്ങളും മാറ്റിയെടുക്കണം എന്ന് ഉദയഭാനു മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് കേട്ടോ. പെട്ടെന്ന് വീണ്ടും ദേവിയാണെങ്കിൽ പുറത്തു നിന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് കാണുന്ന ആനന്ദിന് ദേവിയോടുള്ള പകയും ദേഷ്യവും കൂടുക. തങ്ങളെ മനഃപൂർവ്വം നാണം കെടുത്താനായിട്ട് ദേവി ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നതാണെന്ന് ബോധ്യപ്പെടുകയാണ്. പെട്ടെന്ന് ശ്രീകലയും ഉദയഭാനും കൂടി ഇറങ്ങി വരിക. മോളെ ദേവി, നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത് എന്ന് ഉദയഭാനു ചോദിക്കുക. നീ ഇങ്ങോട്ട് വീണ്ടും വരേണ്ട കാര്യം ഇല്ലായിരുന്നു മോളെ എന്ന് പറയാം. അച്ഛനും എന്താ ഇങ്ങനെ പറയുന്നത്? ഇതല്ലേ എൻ്റെ വീടച്ഛ, ഞാൻ ഇവിടെ അല്ലാതെ എവിടെ താമസിക്കുക എന്ന് ദേവി ചോദിക്കുക. മോളെ, ഇവിടെയുള്ള ആർക്കും ഒരു ദയയില്ല, നിന്നോട് അവരാരും ഒരു കാരുണ്യം കാണിക്കത്തുമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പൊ പെട്ടെന്ന് ശ്രീകല അവിടെ നിന്ന് പ്രാക്കു തുടങ്ങുക. ഓ, എന്തൊരു വീട്ടുകാരാ, എന്റെ കുഞ്ഞ് ഇവിടെ വന്ന് രാവിലെ വന്ന് അവരുടെ കാല് പിടിക്കാൻ തയ്യാറായിട്ട് പോലും എന്റെ മോളോട് ഒരു ദയം കാണിക്കാത്ത ഇവരെയൊക്കെ ഒരു ദേവമംഗലത്തുകാര്. ആ ഗോമതി ഉണ്ടല്ലോ, അവള് മൂദേവിയാ, എന്റെ കൊച്ചിന്റെ താലി ഇറക്കാനാ അവള് നോക്കുന്നത്. നാട്ടുകാരെ, നിങ്ങൾ എല്ലാവരും കേൾക്കണം, ഈ ദേവമംഗലത്തുള്ളവരുടെ തനിക്കോണം. ഇവരൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല, നശിച്ച് നാറാണത്ത് കല്ല് വരും, അതുപോലെ മുടിഞ്ഞു പോകും. അയാളുടെ ഒരു ഗോമതി സ്റ്റോർ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പ്രാഗുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗോമതിക്കും ബാലനും നല്ല ദേഷ്യം വരിക. ഉദയഭാനു അവിടെ നിന്ന് തനിക്ക് പറ്റുന്ന പോലൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്റെ പാവം ദേവിമോളെ പടിയടിച്ച് പിണ്ടം വെച്ചതുപോലെ പുറത്താക്കിയത് ഇവിടെ ഉള്ളവര്, എന്റെ കുഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു കൂവാ. പെട്ടെന്ന് മീനും ഇത്രയും പരസ്പരം പറയും. കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാക്കി എടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ പല കളികളും ഉണ്ട് എന്ന് പറയാം. അപ്പം ഇത്രയ്ക്കും അത് ബോധ്യപ്പെടുക. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല മീനു ചേച്ചി, ഇത് പ്രശ്നം ആകെ രൂക്ഷമാകുക എന്ന് പറയാം. അകത്ത് നിൽക്കുന്ന ബാലനും ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുകയാണ്. ഉദയഭാനു ശ്രീകലെ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും അവർക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി എടുത്ത് ഇവിടെയുള്ളവരെ നാണം കെടുത്താനാണെന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പൊ ശ്രീകലയ്ക്ക് വീണ്ടും ഓരോന്നൊക്കെ വിളിച്ചു പറയണം കേട്ടോ. ഗോമതിക്ക് ഇവരോടൊക്കെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോലും അറിയത്തില്ല. മാന്യത എന്നുള്ളത് അവരുടെ ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത വാക്കാ. അത്രയ്ക്ക് മോശമായിട്ടാണ് ശ്രീകല ഉദയഭാനും അവിടെ നിന്ന് പെരുമാറുന്നത്. ദേവിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അകത്ത് കയറിയാൽ മതി എന്നുള്ളൊരു ചിന്തയുള്ളൂ. ആനന്ദ് തന്നെ സ്നേഹിച്ചില്ലേലും വേണ്ടില്ല, തനിക്ക് ദേവമംഗലത്ത് ജീവിക്കണം എന്നുള്ളൊരു സ്വാർത്ഥത ദേവിയിലും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ. ചിലപ്പം ദേവിക്ക് ഒട്ടും അവരെ ഉപേക്ഷിച്ച് ജീവിക്കാൻ സാധിക്കാഞ്ഞിട്ട് ആകും, പക്ഷെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത് ദേവിയും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.